എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആയുഷ്മാൻ ഭാരത് കാർഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, പിന്നെ അതിൻ്റെ eKYC ഒക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും പിന്നെ നമ്മുടെ സെൻറ്ററുകളിൽ ഒത്തിരി തിരക്കുകൾ അനുഭവപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ട് വേഗം ഒരു ട്യൂട്ടോറിയൽ ചെയ്തതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ആയുഷ്മാൻ ഭാരതിൻ്റെ പുതിയൊരു സൈറ്റുണ്ട്. ആ സൈറ്റിൻ്റെ അഡ്രസ്സാണ് beneficiary.nha.gov.in. PMJAY ബെനിഫിഷ്യറി പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മിക്കവാറും ആദ്യത്തെ ഓപ്ഷൻ തന്നെ അതായിരിക്കും. അത് ഓപ്പണായി വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു ബെനിഫിഷ്യറിയുടെ ഒരു ആൻഡ് ഓപ്പറേറ്റർ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ബോക്സ് കാണാം. ഇപ്പോൾ പുതിയ സൈറ്റാണ്. ഈ സൈറ്റ് ചിലപ്പോൾ മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പം നിലവിലെ സ്ഥിതി അനുസരിച്ച് ഈ ഒരു ലോഗിൻ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ലോഗിൻ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ തൽക്കാലം ബെനിഫിഷ്യറി ലോഗിൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബെനിഫിഷ്യറി ലോഗിൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. വെരിഫൈ എന്നുള്ള ഈ ഒരു പർപ്പിൾ കളറിൻ്റെ ബട്ടനെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ആ ഫോണിലേക്ക് OTP ചെല്ലുന്നതായിരിക്കും. ആ OTP മൂന്നാമത്തെ ബോക്സ് ഉണ്ട്, അതായത് മൊബൈൽ OTP എന്ന് എഴുതിയതിനെ അവിടെ ടൈപ്പ് ചെയ്യാൻ പാടില്ല. അതിന് പകരം താഴെ OTPക്ക് തന്നെ വേറൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവിടെ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പല ആളുകളും മൊബൈൽ OTP എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്പേസിൽ ടൈപ്പ് ചെയ്ത് ശേഷം കിട്ടുന്നില്ല എന്ന് പറയുന്ന കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ബോക്സിലല്ല മൂന്നാമത് OTP എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്, അവിടെ തന്നെ നമുക്ക് OTP ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജാണ് ഓപ്പണായി വരുന്നത്. ഈ പേജിലാണ് ഈ സെർച്ച് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് വന്നിരിക്കുന്ന കസ്റ്റമർ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ വന്നിരിക്കുന്ന കസ്റ്റമറുടെ ആധാർ കാർഡ് കളക്ട് ചെയ്യുക, എന്നിട്ട് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. സ്കീം ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവും. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് ഏതാണോ അവർ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റ് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ബൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫാമിലി ID വെച്ച് സെർച്ച് ചെയ്യാം, ആധാർ കാർഡ് വെച്ച് സെർച്ച് ചെയ്യാം, നെയിം വെച്ച് സെർച്ച് ചെയ്യാം, ലൊക്കേഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ആധാർ നമ്പറാണ് യൂസ് ചെയ്യേണ്ടത്, കാരണം ആധാർ നമ്പർ യൂണീക്ക് ആണെന്നറിയാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും ആധാർ കാർഡ് കൊണ്ടുവരാൻ പറയുക. അത് വെച്ചിട്ട് വേണം സെർച്ച് ചെയ്യാൻ. കാരണം ആരുടെ ആധാറാണ് ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയില്ല. ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന അംഗങ്ങളുടെ ആധാർ കാർഡ് മാത്രമേ, അതായത് പേര് മാത്രമേ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ആധാർ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഒരു ഫാമിലിയിൽ പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കയറി വരുന്നതാണ്. ഈ ഡീറ്റെയിൽസിനകത്ത് ബാക്കി അംഗങ്ങളുടെ പേര് കാണും, പക്ഷേ ഇവിടെ അൺഐഡൻറ്റിഫൈഡ് എന്ന് റെഡ് കളറിൽ കിടക്കുന്ന ആളുകളുടെ eKYC ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ അൺഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ട് റിമാർക്ക് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അവരുടെ ആധാർ നമ്പർ യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഫാമിലി ID കയറി വരത്തില്ല. ഇവിടെ മൂന്നാമത് കിടക്കുന്ന ആളുടെ മാത്രമാണ് വെരിഫൈഡ് ആൻഡ് അപ്രൂവ്ഡ് എന്നുള്ളത്. അവരുടെ ഈ മൂന്നാമത് കിടക്കുന്ന ആളിൻ്റെ ആധാർ നമ്പർ യൂസ് ചെയ്തപ്പോൾ മാത്രമേ ഈ ഒരു ഫാമിലി ID കയറി വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, വീട്ടിലുള്ള എല്ലാവരുടെയും ആധാർ കാർഡ് കൊണ്ടുവരാൻ പറയുക. അത് വെച്ച് വേണം സെർച്ച് ചെയ്യാൻ. ഓരോരുത്തരെയും വെച്ച് സെർച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രമേ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുകയുള്ളൂ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇനി നമ്മൾ അടുത്തത് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്ത് eKYC എങ്ങനെ ചെയ്യാം, അതിനുശേഷം കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ മൂന്നാമത് കിടക്കുന്ന ആളുടെ വെരിഫൈഡ് എന്ന് കണ്ടു. അപ്പോൾ ഈ ഒരു കാർഡ് വേണം ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, അൺഐഡൻറ്റിഫൈഡ് കിടക്കുന്ന ആളുകളുടെ eKYC ചെയ്യാനൊരു ഓപ്ഷനാണ് അവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ കോളത്തിൽ eKYC അതല്ലെങ്കിൽ ഡൗൺലോഡ് കാർഡ്, ഈ രണ്ട് ഓപ്ഷൻസാണ് സാധാരണ വരിക. ഇതിനകത്ത് ഡൗൺലോഡ് കാർഡ് വരുന്നത് ഓൾറെഡി വെരിഫൈഡ് ആൻഡ് അപ്രൂവ്ഡ് പേഴ്സൺസിന് മാത്രമേ ഡൗൺലോഡ് കാർഡ് ഓപ്ഷൻ വരുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം eKYC എന്നുള്ളൊരു ഓപ്ഷനാണ് വരിക. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം eKYC എന്ന ഓപ്ഷൻ, അതായത് അൺഐഡൻറ്റിഫൈഡ് കിടക്കുന്ന ആളുകളുടെ eKYC ക്ലിക്ക് ചെയ്യുമ്പോൾ എറർ മെസ്സേജ് വരും. ഫോർ അൺഐഡൻറ്റിഫൈഡ് യൂസേഴ്സ് യു കനോട്ട് ഒതൻറ്റിക്കേറ്റ് വയ ബെനിഫിഷ്യറി ലോഗിൻ, കൈൻഡ്ലി അപ്രോച്ച് ഓപ്പറേറ്റർ ഫോർ ഒതൻറ്റിക്കേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ ബെനിഫിഷ്യറി ഗസ്റ്റ് ആയിട്ടാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്, അതായത് മൊബൈൽ OTP യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തേക്കുന്നത് കൊണ്ട് ഇവർക്കിത് eKYC ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ eKYC ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, ഓൾറെഡി അപ്രൂവ് ആയി കിടക്കുന്ന ആരുടെയെങ്കിലും ഒരു പേര് സെലക്ട് ചെയ്യുക, അതിൽ ഡൗൺലോഡ് കാർഡ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ ആധാർ നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കം കാണിക്കും, അത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കൺസെൻറ്റ് ചോദിക്കേണ്ടത് യെസ് കൊടുത്തതിന് ശേഷം അലോ കൊടുക്കുക. എന്നിട്ട് ഒതൻറ്റിക്കേഷൻ മോഡിൽ ആധാർ OTP ഉണ്ട്, ആധാർ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, ആധാർ ഐറിസ് ഉണ്ട്. ഞാനിത് ആധാർ OTP ആണ് സെലക്ട് ചെയ്യുന്നത്.
ആധാർ OTP സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത പേജ് വരും. അതിൽ നമുക്ക് OTP എൻ്റർ ചെയ്യാനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആധാർ OTP സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബെനിഫിഷ്യറിക്ക് ആധാറിൽ മൊബൈൽ നമ്പർ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതായത് ആധാറിന് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആധാർ OTP സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബെനിഫിഷ്യറിയുടെ ആധാർ ലിങ്കിൻ്റെ മൊബൈലിലേക്ക് OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒതൻറ്റിക്കേറ്റ് കൊടുക്കുക. ഒതൻറ്റിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡൗൺലോഡ് കാർഡ് എന്ന് പറഞ്ഞ പേജിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ പേജിൽ നമുക്ക് ഓൾറെഡി അപ്രൂവ് ചെയ്തിരിക്കുന്ന, അതായത് ekyc ചെയ്തിരിക്കുന്ന ബെനിഫിഷ്യറീസിൻ്റെ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ പേജ് വന്നത് ബെനിഫിഷ്യറി ലോഗിൻ ചെയ്തിരിക്കുന്ന ജസ്റ്റായിട്ടാണ്. അത് മാറിയിട്ട് ഒതൻറ്റിക്കേറ്റഡ് യൂസറായിട്ട് ലോഗിൻ ആകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേജിലേക്ക് ഇപ്പം ലോഗിൻ ചെയ്തത്. ഇനി ഈ ഡൗൺലോഡ് കാർഡ് എന്ന് പറഞ്ഞ പേജ് വന്നതിന് ശേഷം മുകളിലായിട്ട് ഹോം എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഹോമിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ നാഷണൽ ഹെൽത്ത് അതോറിറ്റി എന്ന് പറഞ്ഞ എംബളത്തിന് തൊട്ട് താഴെയായിട്ട് ഹോമുണ്ട്. ഹോമിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ പേജിലേക്ക്, സെർച്ച് പേജിലേക്ക് ചെല്ലുന്നതായിരിക്കും. ഇനി ഇവിടെ പഴയതുപോലെ തന്നെ ആ ലിസ്റ്റ് കാണാം. അഥവാ ലിസ്റ്റ് കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ സെർച്ച് ചെയ്തിട്ട് ലിസ്റ്റ് എടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ekyc അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് കിടക്കുന്നത്, അതായത് ekyc ചെയ്യാത്ത ആളുകളുടെ ആധാർ യൂസ് ചെയ്തിട്ട് അവരുടെ ekyc ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനായി ആക്ഷൻ കോളത്തിൽ ekyc എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ekyc ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഡൗൺലോഡ് കാർഡ് എന്ന് പറഞ്ഞ പേജിലേക്ക് വരും. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ekyc എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടെ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത് കാണാം. ഈ പുതിയതായിട്ട് ഹൈലൈറ്റ് ചെയ്ത ekyc ടാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വീണ്ടും 3 ടൈപ്പിൽ ഒതൻറ്റിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്. ആധാർ OTP, ഫിംഗർ പ്രിൻറ്റ്, ഐറിസ്. ഞാനിവിടെ ആധാർ OTP ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആധാർ OTP ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആരുടെയാണോ ekyc ചെയ്യാനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തേ ആ ബെനിഫിഷ്യറിയുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈയെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കൺസെൻറ്റ് ചോദിക്കും. കൺസെൻറ്റ് യെസ് കൊടുത്തതിന് ശേഷം അലൗ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും OTP, ആധാറിൻ്റെ OTP മൊബൈലിൽ വന്നിട്ടുണ്ട്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ബെനിഫിഷ്യറിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിനകത്ത് സോഴ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഓൾറെഡി നമ്മുടെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അവരുടെ പേര്, ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ സോഴ്സ് ഡീറ്റെയിൽസിൽ. ഇനി ekyc ഡീറ്റെയിൽസിൽ നമ്മുടെ ആധാറിൽ കിടക്കുന്ന ഡീറ്റെയിൽസ് കയറി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാം, ekyc ഫോട്ടോ എന്ന് പറഞ്ഞ് വരുന്നത് ആധാർ എടുത്തപ്പോൾ ഉള്ള ഫോട്ടോയാണ്. ഇനി വീണ്ടും ക്യാപ്ചർ ഫോട്ടോ എന്ന് പറഞ്ഞ അടുത്ത ടാബ് കിടപ്പുണ്ട്. ക്യാപ്ചർ ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആളുകളുടെ ഫോട്ടോ ലൈവായി ക്യാപ്ചർ ചെയ്യേണ്ടതാണ്. ഫോട്ടോ ക്യാപ്ചർ ചെയ്തതിന് ശേഷം അഡീഷണൽ ഇൻഫർമേഷൻ ഡീറ്റെയിൽസിനകത്ത് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യമേ തന്നെ മൊബൈൽ നമ്പറുണ്ട്. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. വീണ്ടും OTP വരുന്നതായിരിക്കും. OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇയർ ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്. അത് ആധാറിൽ കിടക്കുന്ന ഇയർ ഓഫ് ബർത്ത് കൊടുക്കുക. റിലേഷനൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവിടെ കയറി വരുന്നതാണ്. അതിനുശേഷം പിൻകോഡ് ടൈപ്പ് ചെയ്യുക. അഥവാ റിലേഷൻ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ലിസ്റ്റിൽ നമുക്ക് നോക്കുവാണെങ്കിൽ കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ കുടുംബനാഥയുടെ പേര് സെൽഫ് എന്ന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള അംഗങ്ങളുടെ പേരും റിലേഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ റിലേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്രൊസീജിയേഴ്സിലേക്കൊക്കെ കടക്കാവൂ. ഇനി തെറ്റാണെങ്കിൽ നമുക്ക് ekyc ചെയ്യുമ്പോൾ അവരുടെ റിലേഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി പിൻകോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. സബ് ഡിസ്ട്രിക്റ്റ് ഏതാണോ സെലക്ട് ചെയ്യുക. വില്ലേജ് ഏതാണോ ഉള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ekyc ഒതൻറ്റിക്കേഷന് വേണ്ടി കൊടുത്ത ആളുടെ സ്റ്റാറ്റസ് പെൻഡിങ് എന്ന് കാണാം. ഈ പെൻഡിങ് മാറി അപ്രൂവൽ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രൂവ് ആയ ബെനിഫിഷ്യറിയുടെ ആക്ഷൻസ് ടാബിൽ ഡൗൺലോഡ് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഒതൻറ്റിക്കേറ്റഡ് ആയതുകൊണ്ട് നേരിട്ട് ഡൗൺലോഡ് കാർഡ് പേജിലേക്ക് വരും. ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ തെളിഞ്ഞ് വരും. അത് ക്ലിക്ക് ചെയ്യുക. ഇനി ആയുഷ്മാൻ ഭാരത് ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യമേ തന്നെ ഡൗൺലോഡ് ആകുന്ന കാർഡുകൾ 2 ടൈപ്പിലെ കാർഡുകൾ വരുന്നുണ്ട്. രണ്ടും ഒരേ വാലിഡിറ്റി ഉള്ളതാണ്. പക്ഷേ ഡിസൈനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഡൗൺലോഡ് ആയ കാർഡുകൾ വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റായിട്ടോ കളർ പ്രിൻ്റായിട്ടോ അല്ലെങ്കിൽ PVC, ലാമിനേഷൻ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ ഇതാണ്. എല്ലാവരും വരുന്ന ബെനിഫിഷ്യറിയുടേത് സെർച്ച് ചെയ്തിട്ട് ഉണ്ടോ എന്ന് നോക്കുക. വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും ആധാർ കാർഡ് കൊണ്ടുവരാൻ പറയുക. അഥവാ അതിനകത്ത് ബെനിഫിഷ്യറി സെർച്ച് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഈ കാർഡിൽ നിങ്ങളുടെ പേര്, അതായത് ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടില്ല. ഇനി പുതുതായിട്ട് ഉൾപ്പെടുത്താനുള്ള അവസരം വരും കാലങ്ങളിൽ വരുന്നതായിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയുക. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്,
ഫാമിലി ഐ ഡി ഉള്ള ആളുകൾ, അതായത് ഫാമിലി ഐ ഡി ഉള്ള ബെനിഫിഷ്യറീസ് അവിടെ എല്ലാവരുടെയും ekyc ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കാർഡ് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. ഈ കാർഡ് ആ റേഷൻ കാർഡിൽ അംഗമായിരിക്കുന്നിടത്തോളം കാലം മാത്രമേ ഈ ഒരു കാർഡ്, അതായത് ഹെൽത്ത് ഐ ഡി വാലിഡ് ആകുകയുള്ളൂ. ആ റേഷൻ കാർഡിലുള്ള ഈ അംഗങ്ങൾ ഏതെങ്കിലും കാരണവശാൽ കുറവ് ചെയ്ത് വേറെ റേഷൻ കാർഡ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വെട്ടിക്കുറഞ്ഞ് പോവുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഹെൽത്ത് ഐ ഡി ഇൻവാലിഡായി പോകും. അതായത് അവിടെ ചികിത്സയ്ക്ക് സമയത്ത് ഇവർ ഈ കാർഡ് വെരിഫിക്കേഷൻ നടത്തും. അവിടെ റേഷൻ കാർഡ് നമ്പരൊക്കെ നോക്കിയിട്ട് അതിനകത്ത് ഈ പറയുന്ന ആൾ ഇപ്പോഴും അംഗമാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇവർക്ക് ഈ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുകയുള്ളൂ. അപ്പോൾ അവരോട് പ്രത്യേകം പറയുക, ഈ കുടുംബത്തെ റേഷൻ കാർഡിൽ നിന്നും, അതായത് ഏത് റേഷൻ കാർഡിലാണോ ഇപ്പോൾ നിലവിൽ പേരുള്ളത് അവിടെ നിന്നും ഇവർ വെട്ടിക്കുറച്ച് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു ഇൻഷുറൻസ് കാർഡ് വാലിഡ് അല്ലാതാവുകയും ചെയ്യുമെന്ന് പറയണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ബെനിഫിഷ്യറീസിൻ്റെ പേര് ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞോണക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 ടൈപ്പിലെ കാർഡ്, ആബാ കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കാർഡുണ്ട്, നീല കളറിലെ കാർഡ്. ആ കാർഡും ഈ ഇൻഷുറൻസ് കാർഡും രണ്ടാണ്. അതായത് ഇൻഷുറൻസ് കാർഡ് ഓറഞ്ച് കളറിലെ ഒരു ഡിസൈനുള്ള കാർഡാണ് ഇൻഷുറൻസ് കാർഡ്. ഫുൾ ബ്ലൂ കളറിലെ ഡിസൈനുള്ളത് ആബാ ഹെൽത്ത് ഐ ഡി കാർഡാണ്. ആ ഹെൽത്ത് ഐ ഡിയിൽ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നതല്ല. പ്രത്യേകിച്ച് ഈ ഒരു കാർഡിൽ മാത്രമേ, അതായത് ആയുഷ്മാൻ ഭാരതിൻ്റെ ഓറഞ്ച് കളറിലെ കാർഡിൽ മാത്രമേ നമുക്കിപ്പോൾ ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യുക. പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് മറ്റേ കാർഡ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. നീല കളറിലെ കാർഡ് ഒരു കാരണവശാലും ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കരുത്. അവർ പറഞ്ഞു കൊടുക്കുക. കൊടുക്കുകയാണെങ്കിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് ഇൻഷുറൻസ് കാർഡല്ല, ഇതിൽ 1 രൂപയുടെ പോലും ഇൻഷുറൻസ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല, ഇതൊരു ഹെൽത്ത് ഐ ഡി കാർഡ് മാത്രമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ടൈപ്പ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്നെക്കൊണ്ട് കഴിവുന്ന രീതിയിൽ ഞാൻ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നന്ദി.